ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ തലേന്ന് അരി വെള്ളത്തിലിട്ട് വെക്കാനോ അരി അരച്ച് വെക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. രാവിലെ വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പാണ് ഗോതമ്പ് പൊടി ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടി എടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ ചിരവിയെടുത്തതും 1/2 കപ്പ് ചോറും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും പഞ്ചസാര എടുത്തിട്ടുള്ള സെയിം ടീസ്പൂണിൽ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം നിർബന്ധമല്ല കേട്ടോ. നമ്മുടെ ഈസ്റ്റ് പെട്ടെന്ന് പെർമനൻ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇളം ചൂടുള്ള 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടാവരുത്, ചെറിയ ചൂട് മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മളിതിലേക്ക് ചൂടുവെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി റെസ്റ്റ് ചെയ്യാൻ കുറച്ചധികം ടൈം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പൊടി മുഴുവനായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ ചൂട് കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ച് മാറ്റി വെക്കാം. അപ്പോൾ അത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് തന്നെ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെയാണ് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കുന്ന ആ ഒരു സമയത്തിൻ്റെ ഉള്ളിലൊക്കെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാ ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിതിപ്പോൾ ഇവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഒരുപാട് അങ്ങനെ പൊങ്ങി വന്നിട്ടൊന്നുമില്ല. എന്നാലും നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മാവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു തിക്കിലാണ് നമ്മുടെ മാവ് ഇവിടെ കിട്ടേണ്ടത്. ഒരുപാട് ലൂസായിട്ട് പോകരുത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മാവുള്ളത്. ഇനി എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിന് ചൂടായ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാനൊക്കെ ഇവിടെ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ അത് അതുപോലെ ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിറയെ ഹോൾസൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു അപ്പം അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ ഓയിലൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് നമ്മളിപ്പോൾ അവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നും ഒരേ രീതിയിലൊക്കെ ചപ്പാത്തി കഴിച്ച് മടുത്തവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത്. അപ്പോൾ ബാക്കി എല്ലാതും ഞാൻ സെയിം രീതിയിൽ തന്നെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടക്കറിയുടെയും ചിക്കൻ കറിയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിറയെ ഹോൾസൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു അപ്പം അവിടെ ഉള്ളത്. അപ്പോൾ ഇനി തലേന്നൊക്കെ അരി അരച്ച് വെക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഈസി ആയിട്ടാണ് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് അതിൻ്റെ അടിഭാഗമൊന്നും ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക.